അങ്ങനെ കാനഡയിൽ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് റെസിൻ വർക്ക് ചെയ്യാൻ പോവാണ്. റെസിൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കണം. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇവിടെ ഏത് ബ്രാൻഡാകും നല്ല ക്വാളിറ്റി എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ട്രയൽ എന്ന പോലെ നമ്മൾ വീണ്ടും റെസിൻ പർച്ചേസ് ചെയ്യാണ്. പിന്നെ മൈക്ക പൗഡറും വരും ഡോളർ ട്രീയിൽ നിന്ന് വാങ്ങി. ഞാൻ വാങ്ങിച്ച എപ്പോക്സി റെസിൻ ആണെന്നുണ്ടെങ്കിൽ 1:1 ആണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സാധാരണ 2:1 3:1 ഒക്കെ കാണാറുണ്ട്. ആദ്യമേ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ആവുമെന്ന്. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്ലോക്കിൻ്റെ മോണ്ടൊക്കെ വാങ്ങിയിട്ട് ഗ്രീനും പർപ്പിളും വരുന്ന രീതിയിൽ നമ്മളൊരു ക്ലോക്ക് ഉണ്ടാക്കുകയാണ്. തുടക്കത്തിലായതുകൊണ്ട് നമ്മുടെ അധികം ടൂൾസ് ഒന്നും ഇല്ല കേട്ടോ. ടൂൾസൊക്കെ വാങ്ങിയാലും വീണ്ടും റീപർച്ചേസ് ചെയ്യേണ്ടി വരും. നമ്മളത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹണ്ടിങ്ങിലാണ് ഞാൻ. സംഭവം ഞാൻ വിചാരിച്ച പോലെ തന്നെയായി. റെസിൻ ഫേം ആവുന്നില്ല, ഫ്ലെക്സിബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ സൂര്യപ്രകാശത്ത് വെച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ടെമൂന്ന് റെസിൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പുതിയ എപ്പോക്സി റെസിൻ ആമസോണിൽ റിവ്യൂ റേറ്റ് നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ പ്രൊജക്റ്റുകളായിട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ.